ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് റവ കൊണ്ടുള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. നമ്മൾ റവ കൊണ്ട് ഉപ്മാവ്, പുട്ട്, ഇങ്ങനെ പല വിധത്തിലുള്ള ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, സൂചി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട്. ഒരു കപ്പ് റവ. ഇതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് കടലമാവ്, കടലപ്പൊടി. ഇതിൻ്റെ അളവൊക്കെ കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തു, ഉപ്പ് ചേർത്തു, റവ, കടലമാവ്, തൈര്, ഇവയെല്ലാം കൂട്ടി നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഈ കൂട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവയുടെ കൂട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അത് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, തക്കാളി, ഉള്ളി. ആദ്യം തന്നെ ക്യാരറ്റ്, ബീൻസ്, കുറച്ച് 5-6 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, ഒരു 2-3 പച്ചമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് കാബേജ്, ഒരു കഷ്ണം കാബേജ് കട്ട് ചെയ്ത് ചേർത്തു. കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരണ്ടിയത്, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. ഇവിടെ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹെൽത്തി എന്ന് നമ്മൾ പറയുന്നത്. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത്, പാകത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. വേണ്ടുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ നല്ലതായിരിക്കും. പച്ചക്കറികളെല്ലാം അവരറിയാണ്ട് തന്നെ നമുക്ക് കഴിപ്പിക്കാം ഇതിൽ കൂടി. ഇവിടെ കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് സോഡാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ 2 രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഒന്ന് ആവി കയറ്റിയിട്ടും ആവി കയറ്റാതെ തന്നെ നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം. 2 രീതിയിലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആവി കയറ്റി സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കണം. ഒരു അരമണിക്കൂർ, 30-40 മിനിറ്റോളം ഇത് ആവി ചെയ്ത് എടുക്കണം, സ്റ്റീം ചെയ്തെടുക്കണം. ഏകദേശം 40 മിനിറ്റോളം സ്റ്റീം ചെയ്യാനെടുക്കും. വെന്ത് വരണമെങ്കിൽ 40 മിനിറ്റോളം എടുക്കും. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റായി കഴിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം ഇത് വെന്തോ ഇല്ലേ എന്നുള്ളത്. ഒരു ടൂത്ത് പിക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഏകദേശം വെന്ത് കഴിഞ്ഞു. നമുക്ക് താഴത്തോട്ട് മാറ്റി വെക്കാം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കുറച്ച് തണുത്തതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണിത്. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ റവയുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായി കട്ട് ചെയ്ത് ഒരു
കുറച്ച് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇത് കഴിക്കാൻ വളരെ സ്വാദാണ്. ചെയ്തു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ആദ്യം നമുക്ക് സ്റ്റീം ചെയ്യാതെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത്, അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് എണ്ണ മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാതെ ആ മാവൊന്ന് തവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം. ഇതുപോലെ ചെറിയ ദോശ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയൊരു പത്തിരിയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ആ കൂട്ട് നേരിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് കുക്കായതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാം. മറിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ മറ്റേ ഭാഗം കൂടി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഫ്രൈ പോലെ തന്നെ ആയിരിക്കും ഇത് ഏകദേശം കഴിക്കാൻ. നല്ല ക്രിസ്പി ആയിരിക്കും. ഇതൊരു പ്രത്യേക സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കി കഴിച്ചാലേ പറയാൻ പറ്റും. വളരെ സ്വാദിഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള ഒരു ഐറ്റം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ആദ്യത്തെ രീതിയിലുള്ള ഒന്ന്. ഇനി നമുക്ക് അടുത്തതായി നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന റവയുടെ പീസസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ് ഫ്രൈ ആക്കുന്നില്ല, ഒരു ഷാലോ ഫ്രൈ മാത്രമേ ആക്കുന്നുള്ളൂ. എല്ലാ കഷ്ണവും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇത് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കഷ്ണങ്ങൾ കൂടുതൽ ക്രിസ്പി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ. ഇതിലെല്ലാ പച്ചക്കറികളും അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിനെ ഹെൽത്തി എന്ന് വിളിക്കുന്നത്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. എല്ലാ പച്ചക്കറിയും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവുണ്ട്, തൈരുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ മറ്റേ സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യാം. എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിന്ന് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എല്ലാ കഷ്ണങ്ങളും വളരെ ക്രിസ്പിയായി കുക്കായി എടുത്തിട്ടുണ്ട്. നമ്മൾ കടിക്കുമ്പോൾ ക്രിസ്പിനെസ് ആവുന്നത് വളരെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. നമ്മുടെ സൂചി കൊണ്ടുള്ള റവ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം.